ഹായ് ഹലോ നമസ്തേ. കപ്ഫ്ലിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നപ്പോൾ മുതൽ ഈ ട്രെയിലർ ഇറങ്ങിയപ്പോഴും എല്ലാം ഒരുപാട് ഹൈപ്പാണ് വന്നിട്ടുള്ളത്. ഈ ഹൈപ്പ് എന്ന് വെച്ചാൽ ഈ സിനിമാക്കാർ പറഞ്ഞുണ്ടാക്കുന്ന രീതിക്കുള്ള ഹൈപ്പല്ല. അതിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ കാണുമ്പോഴേ കാണുന്നവർക്കൊരു ഹൈപ്പ് താനേ ക്രിയേറ്റ് ചെയ്ത് വരും. ഈ ഓഡിയൻ മിസ്റ്ററി അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ചും ഇതെന്താണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു സംഭവം ആ ഒരു വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. ട്രെയിലറിലും അത് തന്നെയാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ ഓഡിയൻ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ കുതിരയുടെ കാലും കാളയുടെ കാലൊക്കെ വെച്ച് വരുന്ന ഓഡിയൻ എന്നുള്ള സിനിമയിൽ കാണിക്കുന്നുണ്ടത്. അത് ശരിക്കും ഓഡിയൻ ആയിട്ട് ഈ സിനിമയിൽ നമ്മൾ വരുമോ എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് സിനിമയിൽ കൂടെ മനസ്സിലാവും. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ മാത്യു നായനായിട്ട് നൗഫൽ അബ്ദുള്ള ഡയറക്ടർ സിനിമയാണ് നൈറ്റ് റൈഡർ. മാത്യുവിൻ്റെ സ്ഥിരം ക്യാരക്ടർ തന്നെയാണ് വരുന്നത്. നമ്മൾ ഏത് കുമ്പളങ്ങി നൈറ്റ്സിലായാലും ഈ തണ്ണീർമത്തൻ ദിനങ്ങളിലായാലും മറ്റേ നെയ്മർ സിനിമയിലായാലും എല്ലാത്തിലും നമ്മൾ മാത്യുവിനെ എങ്ങനെയാണോ കാണുന്നത് അത് തന്നെയാണ് ഈ സിനിമയിൽ കാണുന്നത്. പുതിയൊരു ക്യാരക്ടറല്ല, ആ സെയിം ക്യാരക്ടർ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. മാത്യുവിൻ്റെ ഒരു ചലഞ്ചർ റോൾ അങ്ങനെയൊന്നുമല്ല. പിന്നെ മാത്യുവിൻ്റെ കൂടെയുള്ള റോഷൻ ഷാനവാസ്, ശരത്തബ്ബ ഇവരാണ് ഒരു ടീം. ഈ ടീം വെച്ചാൽ ഇവരുടെ ഫ്രണ്ട്സ് ഗ്യാങ്. ഈ ഗ്യാങ്ങിന് ആ നാട്ടിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നവും അതിനെ സോൾവ് ചെയ്യാനായിട്ട് അവർ നടക്കുന്നതും നാട്ടുകാർ നടക്കുന്നതും ഇതൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഈ നാടെന്ന് പറയുമ്പം നമ്മുടെ കുഞ്ഞിരാമായണം എന്ന് പറയുന്ന സിനിമയില്ലേ, ആ സിനിമ ആ ദേശം എന്ന് പറയുന്ന ഗ്രാമം അതുമായിട്ട് സാമ്യതയുള്ള നെല്ലിക്കാംപോയി എന്ന് പറയുന്ന ഒരു ഗ്രാമം, അതേ അന്തരീക്ഷമാണ്, അതേ നാട്ടുകാരാണ്. ഈ വേറൊരു സിനിമയുടെ റിലേഷൻ പറയുകയാണെങ്കിൽ ഡിറ്റക്റ്റീവ് ഉജ്ജ്വല എന്ന് പറയുന്ന സിനിമ. ആ സിനിമ കണ്ടവർക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെയല്ലേ അവർ പിന്നെയും കാണിക്കുന്നത്, ഈ സിനിമ തന്നെ ആ സിനിമ എന്ന് പലപ്പോഴും തോന്നും. അതേ പ്ലോട്ടാണ്, അതേ രീതിക്കുള്ള ക്യാരക്ടേഴ്സാണ് എല്ലാം. ഇടയ്ക്ക് ഒരു പോലീസ്, നമ്മൾ ട്രെയിലറിൽ കാണിക്കുന്ന ഒരു പോലീസുകാരെ വരുന്നതും അയാൾ ഒരു ആൽത്തറ പോലത്തൊരു സ്ഥലത്ത് സംസാരിക്കുന്ന ട്രെയിലറിൽ ഉണ്ട്. അതേ സാധനം തന്നെയാണ് നമ്മൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം കാണുന്നത്. അപ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം കണ്ടവർക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും റിപ്പീറ്റേഷൻ അടിക്കുന്നു, റിപ്പീറ്റേഷൻ പോലെ നമുക്ക് തോന്നും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും. പിന്നെ വേറെ ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം ഇഷ്ടപ്പെട്ടവർക്ക് ഈ സിനിമ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇതൊരിക്കലും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം എന്ന് പറയുന്ന സിനിമയായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നതല്ല. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. അതേ ഒരു പ്ലോട്ടിലാണ് സിനിമ പോകുന്നത്. ഒരു നാടും ആ നാട്ടിലൊരു സൈക്കോപാത്ത് എന്ന് നമ്മൾ ബാക്കി ഇതിന് മുമ്പ് ഇടയ്ക്ക് സൈക്കോപാത്തിൻ്റെ ഒരു സീരീസ് ഉണ്ടായിരുന്നു. കുറേ തവണ എല്ലാത്തിനും സൈക്കോപാത്ത് വന്ന് ആൾക്കാരെ കൊല്ലുന്നു, കണ്ടുപിടിക്കുന്നു. ഇടയ്ക്കൊരു സമയത്ത് അതായിരുന്നു. അതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് നടക്കി അത് കണ്ടുപിടിക്കാൻ നാട്ടുകാർ പോകുന്നതും ഇത് തന്നെയാണ് സിനിമയിൽ പറയണത്. ഞങ്ങൾ ഈ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾ ഇതായിരിക്കും സ്റ്റോറി എന്ന് പറഞ്ഞൊരു സ്റ്റോറി പറയുന്നുണ്ട്. ഇങ്ങനെ ആവാം, ഒരു പ്രൊഡിക്ഷൻ വീഡിയോയിൽ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഏകദേശം അത് തന്നെയാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത ഏകദേശം അതേ ഒരു സാമ്യം സിനിമയ്ക്കുണ്ട്. പിന്നെ ആ കുതിരയുടെ കാല് അത് ശരിക്കും ഒരു ജീവിയാണോ, കുതിരയുടെ കാല് വെച്ച് ആൾ വരുന്നതാണോ എന്നൊക്കെ സിനിമ കാണുമ്പം മനസ്സിലാവും. അതിപ്പോഴേ പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ കോമഡി സിനിമയാണിത്, ഹൊറർ സിനിമയാണ്. കോമഡി വർക്കായിട്ടുണ്ട്, പല ഭാഗത്തും മിസ്സിങ് ഉണ്ടെങ്കിലും കോമഡി ഓക്കെയാണ്. ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ ശരത്തബ്ബയും ഷാനവാസും ഒക്കെ ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും വർക്കാവും. ഒരു രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ഹൊറർ എന്ന് പറയാനാണെങ്കിൽ നമ്മുടെ ട്രെയിലറിൽ ഏറ്റവും അവസാനം ഒരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കാണിക്കത്തില്ലേ, അത് മെറിൻ ഫിലിപ്പിൻ്റെ ഒരു ക്യാരക്ടറാണ്. അതൊരു പേടിപ്പിക്കാൻ ചോദിച്ചാൽ ആദ്യം കാണുമ്പോൾ പേടി തോന്നുന്ന രീതിക്കാണ് ആദ്യം എടുത്തിട്ടുള്ളത്. ചെറിയൊരു പേടി വരും. പക്ഷേ പിന്നീട് അതൊരു കോമഡി പോലെ ആയിപ്പോയി. നമ്മുടെ ഈ കല്യാണരാമ സിനിമയിൽ ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട, ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന്. തൈര് ഒഴിച്ചു തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതേ ഡയലോഗ് ചോദിച്ചുകൊണ്ട് വരും. അത് ആദ്യം ചെറിയൊരു പേടി തോന്നി, ആ ഒരു രൂപം ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടപ്പം. പക്ഷേ പിന്നീട് കോമഡി ആയിട്ട് മാറി. പിന്നെ ഏറ്റവും അവസാനം ഇതേ മെറി ഫിലിപ്പിൻ്റെ ക്യാരക്ടർ വന്നിട്ട് കുറച്ച് സംഭവം ചെയ്തിട്ടൊക്കെ പോകും. അതെന്താണ് നിനക്ക് ചോറ് വേണ്ടാത്ത? മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിടുള്ള. അത് കാണുമ്പോൾ മനസ്സിലാവും. അതെന്തോ എനിക്കത്ര കണക്റ്റ് ആയില്ല. അപ്പോൾ അതൊക്കെയാണ് സിനിമയെ പറ്റി പറയാനുള്ളത്. പിന്നെ റൊമാൻസ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. മീനാക്ഷി ഉണ്ണികൃഷ്ണനാണ് ഹീറോയിനായിട്ട് വരുന്നത്. അപ്പോൾ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ്റെ നല്ലൊരു ക്യാരക്ടറാണ്. അവരുമായിട്ടുള്ള കോമ്പിനേഷനൊക്കെ കൊള്ളാം. പിന്നെ എല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം കാണുമ്പം എന്ത് റിവ്യൂ ആണോ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത് അത് തന്നെയാണ് ഈ സിനിമ കാണുമ്പോഴും ഉള്ള അതേ റിവ്യൂ. പിന്നെ പാട്ടുകളുടെ പ്ലേസ്മെൻറ്റ്, ഇടയ്ക്ക് തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ പാട്ട് എല്ലാം പ്ലേസ്മെൻ്റ് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. സിനിമയായിട്ട് എല്ലാം ബ്ലെൻഡായിട്ട് പോകുന്ന പാട്ടുകളാണ് എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സിനിമ. എന്തായാലും തിയേറ്ററിൽ പോയി വൺ ടൈം വാച്ച് ചെയ്യാനുള്ളതുണ്ട് സിനിമയ്ക്ക്. അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ല ഈ സിനിമ. അവർ പ്രൊമോഷൻ കൊടുക്കാത്തതുകൊണ്ട് തന്നെ
ഓവർ ഹൈപ്പ് കയറാതിരിക്കാൻ വേണ്ടി അധികം പ്രൊമോഷൻ കൊടുത്തിട്ടില്ല. പിന്നെ മൗത്ത് പബ്ലിസിറ്റി കൂടെ എന്തായാലും കയറും. എല്ലാവരും നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് പറയണത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഈ നമുക്ക് മടുപ്പ് തോന്നില്ല, മടുപ്പില്ലാതെ നമുക്കിരുന്ന് കാണാൻ പറ്റും, ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. പിന്നെ സിനിമ നല്ല രീതിക്ക് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഹൊറർ ക്യാരക്ടേഴ്സൊക്കെ വരുമ്പോഴത്തേക്കും മുഖത്തുള്ള ആ ഒരു മേക്കപ്പും കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. അത് പിന്നെ കളറും കാര്യങ്ങളും എല്ലാം ഈ രാത്രിയും പകലും എല്ലാം രണ്ടും ഒരുപോലെയാണ് സിനിമയിൽ പോയിട്ടുള്ളത്. രാത്രി കാണിക്കുന്ന അതേ ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ പകലും കാണിക്കുന്നുണ്ട്, പകലുള്ള അതേ ഇമ്പോർട്ടൻസ് തന്നെ രാത്രിയുണ്ട്. രണ്ടും എന്തായാലും മടുപ്പില്ലാത്ത രീതിയിൽ തന്നെ. നമ്മൾ ഈ രാവിലെ ആകുമ്പോഴത്തേക്കും പകൽ കാണുമ്പം ആ രാത്രിയിലാവാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കും, ഇനി രാത്രി എന്താ നടക്കാൻ പോകുന്നത് അറിയാനായിട്ട്. അതായിട്ട് അവസാനം വരെയും അവർ കീപ്പ് ചെയ്ത് അതേ രീതിക്ക് തന്നെ പോയിട്ടുണ്ട്. അതെന്തായാലും സിനിമ ആ ഒരു കാര്യത്തിൽ നന്നായിട്ട് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ കാണണം, അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയുള്ളൂ. ഇനി പുതിയ ഒരു സിനിമ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ലൈൻ കട്ട്.